ചേർത്തല തിരോധാന കേസിൽ നിർണായക നീക്കം നടത്തിയിരിക്കുകയാണ് അന്വേഷണ സംഘം. ഇപ്പോൾ റഡാർ പരിശോധനാ സംഘം സെബാസ്റ്റ്യന്റെ മുൻ പെൺസുഹൃത്ത് റോസമ്മയുടെ വീട്ടിലെത്തിയിരിക്കുന്നു. റോസമ്മയെ ഇന്നലെ തന്നെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തതാണ്. ഐഷ തിരോധാന കേസിലെ പ്രധാന പങ്ക് റോസമ്മയ്ക്കുണ്ട് എന്ന സംശയമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിനുള്ളത്. സെബാസ്റ്റ്യൻ 6 മാസം റോസമ്മയുടെ വീട്ടിൽ താമസിച്ചതായി അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഐഷയെ കാണാതായ കാലത്ത് സെബാസ്റ്റ്യന് ഐഷയ്ക്കൊപ്പം തന്നെ ഐഷയുമായി ബന്ധമുണ്ടായിരുന്നു. കോഴി ഫാം തുടങ്ങാൻ എന്ന പേരിലാണ് ഏതാണ്ട് 20 സെന്റ് സ്ഥലത്ത് ഒരു നിർമ്മാണം നടത്തിയത്. ജനപ്രതിനിധികളൊക്കെ പങ്കെടുപ്പിച്ച് അവിടെ ഉദ്ഘാടനം നടത്തുകയും ഒക്കെ ചെയ്തു. പക്ഷേ അവിടെ കോഴി ഫാം പ്രവർത്തിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ സംശയത്തിൽ നിൽക്കുന്ന ദുരൂഹത നിറഞ്ഞ ഒരു നിർമ്മാണം എന്ന നിലയിലാണ് പോലീസ് ഇതിനെ കാണുന്നത്. കോൺക്രീറ്റ് ചെയ്ത ഈ കെട്ടിടത്തിന്, ഈ കോഴി ഷെഡിന് അടിയിൽ എന്ത് എന്നതാണ് നിർണായകമാവുക. അതുകൊണ്ട് തന്നെ റഡാർ ഉപയോഗിച്ചിട്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ നടത്താൻ പോകുന്നത്. ഐഷയുടെ അയൽവാസിയും സെബാസ്റ്റ്യന്റെ മുൻ പെൺസുഹൃത്തുമാണ് റോസമ്മ മുൻപ് 24 എൻകൗണ്ടറിൽ പങ്കെടുത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഐഷ വഴി സെബാസ്റ്റ്യനെ അറിയാം, അതിൽ കൂടുതൽ അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. തനിക്ക് തൻ്റെ സ്വത്തും സമ്പാദ്യവും ഒക്കെ കണ്ടിട്ട് ഒരു കാലത്ത് സെബാസ്റ്റ്യൻ തന്നെ വിവാഹം കഴിക്കാൻ ആലോചിച്ചിരുന്നു. പക്ഷേ സെബാസ്റ്റ്യന് കൂടി അറിയാവുന്ന അച്ഛനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം സെബാസ്റ്റ്യൻ ഒരു വലിയ ഫ്രോഡാണ് എന്ന് പറഞ്ഞു. പിന്നീട് ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല. ഐഷയുടെ ഫോണിൽ നിന്ന് ഐഷയെ കാണാതായതിനു ശേഷം 1-2 തവണ തനിക്ക് തൻ്റെ ഫോണിലേക്ക് കോളുകൾ വന്നിട്ടുണ്ട്. പക്ഷേ എടുത്തപ്പോൾ അവിടുന്ന് ആരും ഒന്നും സംസാരിച്ചില്ല. ഈ കാര്യമൊക്കെ പോലീസിനെ അറിയിച്ചിരുന്നു എന്നാണ് റോസമ്മ 24 എൻകൗണ്ടറിൽ പങ്കെടുത്തപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. പക്ഷേ അന്വേഷണ സംഘം ഇപ്പോൾ ഈ അന്വേഷണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കണ്ണി എന്ന നിലയിൽ റോസമ്മയെ പരിഗണിക്കുന്നു, അല്ലെങ്കിൽ കാണുന്നുണ്ട് എന്നാണ് നമ്മൾ കരുതേണ്ടത്. അതുകൊണ്ടാണ് റോസമ്മയുടെ വീട്ടിൽ ഇപ്പോൾ പരിശോധന നടക്കുന്നത്. അത് അവർക്ക് പറയുന്ന കൂട്ടത്തിൽ ഞാൻ ഐഷ സുഹൃത്തായിരുന്നു, സമ്മതിച്ചു. പക്ഷെ മറ്റേ പുള്ളിയുമായിട്ട് എനിക്ക് കണ്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ വരാറുണ്ടോ, വീട്ടിൽ വരാറുണ്ടായിരുന്നു? അതാ പുള്ളി ആ സ്ഥലക്കച്ചവടത്തിന് വേണ്ടിയിട്ട് കയറി ഇറങ്ങിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിലിപ്പോൾ ഈ പരിശോധന നടക്കുന്നത് എന്തിനാണെന്നാണ് കരുതുന്നത്? എനിക്കറിയത്തില്ല. നിങ്ങളെല്ലാം വന്ന് പരിശോധിക്കുന്നത് എന്നാന്ന് വെച്ചാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പരിശോധിച്ചെടുത്തോണ്ട് പൊക്കോ. കാണാതെ ഫോണ് ചേച്ചിയുടെ കയ്യിലുണ്ടോ? ആയിഷയെ മിസ്സായെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ഐഷയുടെ ഫോണിൽ നിന്ന് ഇങ്ങോട്ടല്ലേ കോള് വന്നേ. എനിക്ക് ഒരറിവില്ല, അതും എനിക്കറിയത്തില്ല. അതിന് പൈസ വേണ്ടേ മോനെ. ഉദ്ഘാടനത്തിന് ശേഷം പ്രവർത്തിച്ചിരുന്നു. വേറൊരു കാര്യമുണ്ട്, അത് നടത്തണമെങ്കിൽ ലൈസൻസ് വേണം. കോഴിയെ വളർത്തുന്നതിന് ലൈസൻസ് വേണ്ടേ? ലൈസൻസ് കിട്ടി. ഉദ്ഘാടനം നടത്തിയിരുന്നില്ല. ഞാൻ ലൈസൻസ് വേണ്ടാന്ന് ഒരു പ്രാവശ്യം വന്നില്ലാഞ്ഞോ, സർക്കാരിൽ നിന്ന് വന്നില്ലാഞ്ഞോ. 1000 കോഴിയെ വരെ വളർത്തുന്നതിന് ലൈസൻസ് വേണ്ടാന്ന്. അത് കേട്ടോണ്ടാണ് ഞാനത് പണിതത്. അത് കഴിഞ്ഞതിൻ്റെ നമ്പരിടുന്ന കാര്യം പറഞ്ഞപ്പോൾ പലരും പറഞ്ഞു. എന്നായിരുന്നു അത് പണിതെന്ന് ഓർമ്മയുണ്ടോ? എത്ര വർഷമായി? ഒരു 4 ഒരു 10-16 ആയി കാണും. 16 വർഷമായിട്ടുണ്ട്. ഞാനൊരു 4 വർഷത്തോളം നടത്തി. അത് കഴിഞ്ഞിട്ടൊരു 4 വർഷത്തോളമായിട്ട് ഇപ്പം, അതായത് 18 കഴിഞ്ഞ പിന്നെ നടത്തിയിട്ടില്ല. നിങ്ങൾ ഇതിനകത്ത് ഇടയ്ക്ക് നിങ്ങൾ രണ്ടും കൂടെ ഈ ഐഷയും അതോടൊപ്പം ചേച്ചിയും കൂടെ ചേർന്ന് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ? ഞാനല്ല കുഞ്ഞെ, അത് ഞാനൊരു ദിവസം ഇവിടെ ഇല്ലാതിരുന്നപ്പം ഐഷയും അങ്ങേരും കൂടെ കൂടി അതാണ് തെളിച്ചത്. അത് ഞാനിവിടെ ഇല്ലായിരുന്നു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു അത്? ഞാൻ വന്നു കഴിഞ്ഞാൽ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു പുള്ളി അന്ന് റിയൽ എസ്റ്റേറ്റാണ്. അപ്പോൾ ആരാടെ കൊണ്ടുവന്ന് കാണിക്കാനാണ് എന്നോട് പറഞ്ഞത്. വിൽക്കാൻ ഞാൻ മാരണ്ട് ബാങ്കിൽ നിന്ന് പൈസ എടുത്താൽ അത് ലോണോടും കൂടി എടുത്തിട്ടാണ് ആ സ്ഥലം മേടിച്ചത്. അത് ലോൺ ഇപ്പോൾ 20 ലക്ഷമായിട്ട് ഇതിപ്പോൾ ഏത് നിമിഷം ജപ്തിയെ നിൽക്കുക. ഇതുവരെ ഒന്നും അടച്ചിട്ടില്ല, എനിക്ക് അടയ്ക്കാൻ പറ്റിയില്ല. എന്നാൽ ലോകം വയ്യാഴിക ഔഷധിയായി ഈ പെൻഷൻ മാത്രമേ. അതുകൊണ്ട് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, ബാക്കിയൊന്നും നടക്കുന്നില്ല. അത് കാരണം എപ്പം വേണേലും ജപ്തി വരും. ജപ്തി വന്നാൽ അവർ കൊണ്ടുപോകുന്നെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ ഈ പോലീസ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ റോസമ്മയോട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചിരുന്നോ? ഇപ്പം ഇവരൊക്കെ വന്ന് നിൽക്കുന്ന പോലല്ലാതെ എന്നോട് പ്രത്യേകിച്ച് അങ്ങനെയോ ആരും ഒന്നും ചോദിച്ചിട്ടില്ല. സെബാസ്റ്റ്യനെ പരിചയമുണ്ടോ, ഐഷയെ പരിചയമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ളൂ. അല്ലാതെ ഇല്ല. അങ്ങനെ ഒരു പേരൊക്കെ ഇപ്പം ഈ കേസും പ്രശ്നമൊക്കെ വന്നു കഴിയുമ്പോഴാണ് പേരൊക്കെ അവസാനം ഞാൻ ഏതോ ഒരു വർഷം, അതായത് ഇവർ പറയുന്നത് 12 മിസ്സായെന്ന. പക്ഷെ ഞാൻ ആ സ്ഥലം മേടിക്കുന്നത് 2016. ആ സ്ഥലം മേടിച്ച് കഴിഞ്ഞിട്ടാണ് അവർ ആ JCB ഇറക്കിയ പറമ്പ് തെളിച്ചത്.
അന്ന് അവർ രണ്ടും കൂടെ ചെയ്ത സംശയമുണ്ടോ? മറ്റേതെങ്കിലും മൃതദേഹം മറ്റവിടെ കുഴിച്ചിട്ടുള്ള സാധ്യത? അതൊന്നും ഇല്ല. പക്ഷേ അന്ന് അതായത് ഈ ഒരു ഓഗസ്റ്റ് 15 ദിവസം ഞാൻ എല്ലാ ഓഗസ്റ്റ് 15-നും പള്ളിയുടെ പേര് പള്ളിപ്പുറം പള്ളിയിൽ പോയി കുർബാനയ്ക്ക് കൂടെ പെട്ടെന്ന് എല്ലാം മറന്നു പോകുന്ന ആളാണ്. 16-ലാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഈ അന്നേരം ഞാൻ കൃത്യമായിട്ട് ഈ ഓഗസ്റ്റ് 15 പള്ളിപ്പുറം പള്ളിയിൽ പോയി കുർബാനയ്ക്ക് കൂടെ. പരിശോധന നടക്കുന്നത് എനിക്കറിയത്തില്ല. ഞാൻ പോകുമല്ല. പള്ളിപ്പുറം പള്ളിയിലാണോ? പള്ളിപ്പുറം പള്ളിയിൽ എല്ലാ ഓഗസ്റ്റ് 15-നും പോകും. പറയുന്നത് കണ്ടിട്ടുണ്ടോ? ബിന്ദുവിനെ കുറിച്ചൊക്കെ സെബാസ്റ്റ്യനൊക്കെ സംസാരിച്ചിട്ടുണ്ടോ? ആവശ്യമില്ല. ബന്ധമുണ്ടോ? അതും എനിക്കറിയത്തില്ല. ഞാനിവിടെ അതാ എനിക്കും അറിയത്തില്ല. ഞാൻ എൻ്റെ ആധാരത്തെ എഴുതിയേക്കുന്ന ഡേറ്റ് 2016. ചേച്ചിയോട് ഈ കല്യാണം കഴിക്കാമോ എന്ന് സെബാസ്റ്റ്യൻ ചോദിച്ചല്ലോ. ഇക്കാര്യം ഐഷയ്ക്ക് അറിയാമായിരുന്നു? അതും എനിക്കറിയത്തില്ല. ഇല്ല. ഇപ്പൊ നിങ്ങളുമായിട്ട് എനിക്ക് ബന്ധം ഉണ്ടായിട്ടാണോ നിങ്ങൾ എന്നോട് വർത്താനം പറയുന്നത്? പിന്നല്ലാതെ അതുപോലെ ഇത്രയും പേര് പഠിപ്പിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ആരെങ്കിലും ആണോ? അതുപോലെ വഴിയോ പോകുന്നൊരു വർത്താനം പറയും. എന്റെ പൊന്നു കുഞ്ഞെ, ഞാൻ പറഞ്ഞില്ലേ ലൈസൻസ് ഇല്ലെന്ന്. ലൈസൻസ് ഇല്ലാതെ അത് കഴിഞ്ഞിട്ടാണ് ലൈസൻസ് വേണമെന്ന് പറഞ്ഞത്. അതിനെപ്പറ്റി ആലോചിച്ചപ്പം അതിന് ലൈസൻസ് വേണമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, 2016-ലാണോ അതോ ഐഷ ഉള്ളപ്പോൾ തന്നെയാണോ ആ സ്ഥലം വാങ്ങുന്നതും അവിടെ കോഴി ഫാം വെക്കുന്നത്? ഐഷ ഉള്ളപ്പോഴാണ് അത് സ്ഥലം മേടിക്കുന്നത്. അത് കഴിഞ്ഞാൽ കോഴി ഫാം ഐഷയെ കാണാതായതിനു ശേഷമാണോ കോഴി ഫാം വെക്കുന്നത്? ചേച്ചി വഴിയാണോ ഈ ഐഷ സെബാസ്റ്റ്യനോട്ട് പരിചയപ്പെട്ടത്? ഒരറിവില്ല. ഞാനും അവരുമായിട്ട് ഒരു ഇതിൽ ഈ വഴിയെ കൂടെ കടന്നു പോയിട്ടുണ്ടെന്ന് വ്യക്തിപരമായ യാതൊരു കാര്യമില്ല. ആ കാണുന്ന വീടിന്റെ തൊട്ട് പുറകിലായിരുന്നു ഐഷ താമസിച്ചോണ്ടിരുന്നത്. അപ്പൊ ഇതിലെ കിട്ടുന്ന വഴിയെ കൂടെ ഒക്കെ അവര് കടന്നു പോകുമ്പോൾ വർത്താനം പറയുമെന്നുള്ളതല്ലാതെ അവരുടെ വീട്ടുകാര്യമോ അവരുടെ മറ്റുള്ള കാര്യങ്ങളോ. കല്യാണം ആലോചിച്ചിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം റോസമ്മ തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ ഇതിലെ കൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളോട് ഉണ്ടായിരുന്നു. അത് തന്നെയല്ല, എനിക്കൊരു വയ്യാഴി ഇപ്പം തന്നെ നിങ്ങളെയൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ടെൻഷൻ കയറിയിട്ട് തല കറങ്ങിപ്പോയി. അപ്പോൾ അതുപോലുള്ള ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ എന്നെ സഹായിക്കുന്ന ആഴ്ചയായിരുന്നു. ഭക്ഷണം അത് സ്നേഹബന്ധം എന്ന് പറയുന്നത് വില കൊടുത്താൽ മേടിക്കുന്നതാണോ? അത് തന്നെ ഉണ്ടാകുന്നതല്ലേ? അതുണ്ടായിരുന്നു. ആ സ്നേഹബന്ധം ഉണ്ടെന്നാ പറഞ്ഞത്. സെബാസ്റ്റ്യനാണോ വിളിച്ചതെന്ന് അറിയത്തില്ല. കോള് വന്നെന്നല്ലേ അറിയത്തുള്ളൂ. എടുത്തില്ലല്ലോ. ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ വന്നെന്നൊക്കെ എനിക്ക് തോന്നുന്നത്. എന്റെ പൊന്നു കുഞ്ഞെ, എനിക്കറിയത്തില്ല ഇനി മറുപടി പറയാൻ. വല്ലവനും എങ്ങാണ്ട് കിടന്ന് വിളിച്ചതിന് ഞാൻ ഇന്ന് അതിന് സമാധാനം പറയില്ല. അതെന്നെ അതിനെ വിലക്കുന്ന അയാൾ ഇതുമായിട്ട് തന്നെ ബന്ധമിരിക്കുന്ന അയാളെ കാര്യം എന്താ ആരന്വേഷിക്കുന്നുണ്ടോ? ഇപ്പൊ നിങ്ങളല്ലേ വന്നതുകൊണ്ട് എന്നെ ചോദ്യം ചെയ്യുന്നേ. ഞാനേതാണ്ട് പിടിച്ചു വെച്ചതുപോലെ, അല്ലെ ആയിഷയെ പിടിച്ചു വെച്ചേക്കുന്ന പോലെ. ഇനി ഞാൻ ആദ്യമായിട്ട് പറയണത്, ഇത് ആരെങ്കിലും ഒന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഇത് കേൾക്കുക. എനിക്ക് തല കറങ്ങിട്ട് നിൽക്കാൻ മേലെ എന്നെ പെട്ടിക്കകത്ത് മൂക്കി പഞ്ഞി വെച്ച് കാണുമെന്ന് വല്ലതും ഉണ്ടോ നിങ്ങൾക്ക്? എന്റെ മൂക്കി പഞ്ഞി വെച്ച് കാണുമെന്ന് വല്ലതും ഉണ്ടോ? എല്ലാവരും പഠിക്കാൻ റോസമ്മയുടെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് സംഘമെത്തി പരിശോധന നടത്തുമ്പോഴാണ് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാൻ ഇപ്പോൾ റോസമ്മ തയ്യാറായിരിക്കുന്നത്. കൂടുതൽ ചോദ്യങ്ങൾ വേണ്ട, പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്നെ കൂടി പെട്ടിയിൽ കിടത്തണമോ, മൂക്കിൽ പഞ്ഞുവെച്ച് കിടത്തി കാണണമോ എന്ന് മാധ്യമപ്രവർത്തകരോട് ചോദിച്ചാണ് ഈ സംഭാഷണം റോസമ്മ അവസാനിപ്പിച്ചിരിക്കുക. ഏതായാലും റോസമ്മ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഐഷയെ തനിക്കറിയാം. ഐഷ അയൽവാസിയായിരുന്നു, സഹായത്തിനെത്തിയിരുന്ന സ്ത്രീയാണ്. ഐഷ വഴി സെബാസ്റ്റ്യനെ അറിയാം. അതിൽ കൂടുതൽ വലിയ അടുപ്പമോ ബന്ധമോ സെബാസ്റ്റ്യനുമായി തനിക്ക് ഉണ്ടായിരുന്നില്ല. കോഴിഫാം തുടങ്ങാൻ പദ്ധതിയിട്ടിരുന്നു. അത് ഐഷയെ കാണാതായതിന് ശേഷമാണ് ഈ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷേ കോഴിഫാം തുടങ്ങാൻ അന്ന് ലൈസൻസ് കിട്ടിയില്ല. വലിയ പണച്ചെലവ് ഉള്ള ആവശ്യമായ സംരംഭമായിരുന്നു. അതുകൊണ്ട് അത് നടന്നില്ല. അതിനപ്പുറത്ത് എന്ത് പരിശോധനയാണ് നടക്കുന്നത്, എന്തിനു വേണ്ടിയുള്ള പരിശോധനയാണ് നടക്കുന്നത് എന്ന് തനിക്കറിയില്ല എന്ന് വളരെ കൃത്യമായ ഒരു മറുപടി ഇപ്പോൾ റോസമ്മ മാധ്യമപ്രവർത്തകർക്ക് നൽകിയിരിക്കുന്നു. അതേസമയം തന്നെ എന്തോ ചില കാര്യങ്ങൾ കണ്ടെത്താനുണ്ട് എന്ന നിലയിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ പരിശോധന ഈ കോഴിഫാം കേന്ദ്രീകരിച്ച് നടക്കുന്നത്. റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പരിശോധനയാണ്. ആ പരിശോധനയുടെ ഫലം എന്താകും നമുക്ക് കാത്തിരിക്കാം.